2026 ലാറ്റ്വിയയിലെ സ്റ്റുഡൻസിന് പാർട്ട് ടൈം കിട്ടാനുള്ള ചാൻസസ് എങ്ങനെയാണ്? നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു പാർട്ട് ടൈം കിട്ടുവാണെങ്കിൽ സ്ട്രഗിൾ ഇല്ലാണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റും. എൻ്റെ അറിവിൽ ബാച്ചിലർ സ്റ്റുഡൻസ് തന്നെ അവിടെ വർക്ക് ചെയ്തിട്ട് അവരുടെ ഫീസ് അടച്ചിട്ട് അവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന്. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഒരു പാർട്ട് ടൈം കിട്ടുവാണെങ്കിൽ നമുക്ക് എല്ലാം മീറ്റ് ചെയ്ത് പോകാൻ കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ച് ഇത് എല്ലാവർക്കും ഈ പാർട്ട് ടൈം കിട്ടണമെന്നില്ല ഇത്ര സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട്. നമ്മൾ ഈ ബോൾട്ടും ഓടുന്ന സ്റ്റുഡൻസ് തന്നെ ഉണ്ട്. ഇപ്പോൾ ഇവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ അവരുടെ ക്ലാസ്സിൻ്റെ ഹവേഴ്സും അതുപോലെ തന്നെ ബാക്കി ഹവേഴ്സ് എല്ലാം മാനേജ് ചെയ്തിട്ട് വേണമെന്ന്. പക്ഷേ ഇതുപോലെ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. കൂടുതൽ ഹവേഴ്സ് ഒക്കെ ക്ലാസ് ഉള്ളവർക്ക് ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന്. സോ അത് ഡിപ്പെൻസ് ആണ്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആയാലോ അല്ലെങ്കിൽ ക്ലാസ് ആയാലും ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ചെയ്യുന്ന വർക്ക്. ആ വർക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഏണിങ്സ്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് എല്ലാം ചെയ്ത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സർവൈവ് ചെയ്ത് പോവാം. നമ്മളിപ്പോൾ ഏത് കൺട്രിയിൽ പോയാലും പാർട്ട് ടൈം കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് ലാറ്റ്വിയയിലായാലും. ഇപ്പോൾ നമ്മളിപ്പോൾ പണിയെടുക്കാനുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ ലാറ്റ്വിയയിൽ വരാണെങ്കിൽ നമുക്ക് വർക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വർക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് വോൾട്ട് ഡെലിവറി ആപ്പ് എടുത്ത് ഓടാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആയിരിക്കും. കുറച്ചും കൂടി മെച്ചപ്പെട്ടൊരു വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ കോൾ സെൻറ്ററിലൊക്കെ അത്യാവശ്യം ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കോൾ സെൻറ്ററിലൊക്കെ വർക്ക് കിട്ടും. പിന്നെയും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഗെയിം പ്രസൻറ്റേഴ്സായിട്ടൊക്കെ വർക്ക് കിട്ടും. അല്ലാണ്ട് മിക്കവർക്കും കിട്ടുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിനാണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡൊമിനോസ്, KFC അങ്ങനത്തെ ഒരു ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയെടുക്കാൻ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാലും വർക്ക് ചെയ്ത് പോകാൻ പറ്റും. 2018 ലാറ്റ്വിയയിൽ എത്തിയത്. അന്ന് ആദ്യം കിട്ടുന്ന എനിക്കുള്ള ജോലി എന്ന് പറയുമ്പോൾ ഡിഷ് വാഷിംഗ് ആണ്. 1.5 കൊല്ലം ഡിഷ് വാഷ് ചെയ്തു. അതിന് ശേഷമാണ് വോൾട്ടും അതുപോലെ തന്നെ മെക്ഡൊണാൾഡ്സൊക്കെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്റ്റുഡൻസിനെ എടുക്കാൻ തുടങ്ങിയത്. ഇന്ത്യൻ എന്ന് മാത്രമല്ല ഫോറിൻ സ്റ്റുഡൻസിനെ എടുക്കാൻ തോന്നിയത്. അന്നത്തെ കിട്ടുന്ന മെയിൻ ജോബുകളായിരുന്നു ഈ പറഞ്ഞ പോലെ മെക്ഡൊണാൾഡ്സ്, അതുപോലെ തന്നെ വോൾട്ട്, പിന്നെ ഡിഷ് വാഷിംഗ്. ഇപ്പോൾ സിറ്റുവേഷൻ കുറേയൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. എന്നാലും എല്ലാവരും ചെയ്തിരുന്ന ഈ പരിപാടികളൊക്കെയാണ്.